ആരാധിച്ച് സ്തുതിച്ച് ആരാധിക്കുകയായിരുന്നു. നമുക്ക് ഇനിയുള്ള നിമിഷങ്ങളിലും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ദൈവവചനം നമ്മളുടെ പറയുമ്പോൾ ദൈവവചനം നമ്മൾ ഓരോരുത്തരും ദൈവവചനത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുവാൻ ദൈവവചനം ഞാനിവിടെ വചനങ്ങൾ വായിക്കുമ്പോൾ വചനങ്ങളൊക്കെ പറയുമ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. വചനത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ശരീരത്തിലെല്ലാം വ്യാപരിക്കുന്നതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ തക്ക വിധത്തില് ഒരു എളിമ നമ്മൾ വ്യാപരിക്കുന്നതിനായിട്ട് നമുക്ക് ഈ നിമിഷത്തിലൊന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാ ശുശ്രൂഷകൾ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ചിന്തകൾ, ഓരോ വികാരങ്ങൾ, ഓരോ മനോഭാവങ്ങൾ, ഓരോ സ്വഭാവങ്ങളെല്ലാം യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവിന്റെ രക്തം എൻ്റെ കാതുകളിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും തളിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാം. നമ്മളുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നമ്മൾ ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗമായിട്ടായിരിക്കാം. പക്ഷെ ആ നിയോഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന വചനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട ശക്തി ചിലപ്പോൾ മറയ്ക്കപ്പെട്ടു പോകാം. പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും തളിക്കുന്നു, രക്തം കൊണ്ട് തളിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, വചനത്തിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന് ആത്മാർത്ഥതയോടെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലിയ ഹാലലിയ. യേശുവിനെ ആരാധിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. എന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെ മേലെ യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ രക്തം തളിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ രക്തം തളിക്കുന്നു എന്ന് പറയുന്ന ഓരോ വചനങ്ങളിലും, ഓരോ ചിന്തകളിലും, ഓരോ വാക്കുകളിലും യേശുവിന്റെ പരിശുദ്ധ രക്തം തളിക്കുന്നു. രക്തം തളിക്കുന്ന പരിശുദ്ധാത്മാവെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലെ, ഓരോ കുടുംബങ്ങളുടെ മേലെ യേശുവിന്റെ പരിശുദ്ധ രക്തം തളിക്കുന്നു. പരിശുദ്ധ രക്തം തളിക്കുന്നു. ശുദ്ധാത്മാവ് നിറയട്ടെ, വചനത്തിന്റെ ആത്മാവ് നിറയട്ടെ, വചനത്തിന്റെ ആത്മാവ് നിറയട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പറയാണ്, ഒരു അൺനോൺ നമുക്ക് അറിയത്തില്ല, പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഭയം ഉണ്ടാകുന്നു. ഭയം എന്തിനെ പറ്റിയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. ഭയത്തിന്റെ ദുരാത്മാവ്, ഭയം നമ്മളിൽ കൊണ്ടുവരുന്ന ദുരാത്മാവിന്റെ മേലെ യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഹാലലിയ. യേശുവിനെ ആരാധിക്കുന്ന. യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. ഹാലലിയ. യേശുവിന്റെ രക്തം തളിക്കുന്ന പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. യേശുവിനെ ആരാധിക്കുന്ന. ദൈവമേ ആരാധിക്കുന്ന. യേശു കുടുംബാംഗങ്ങളുടെ രോഗമായിട്ട് ബന്ധപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നു. പ്രത്യേകമായിട്ട് യേശുവിന്റെ രക്തത്തിന്റെ സൗഖ്യം വ്യാപരിക്കാനായിട്ട് യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സന്ദേശം നൽകുന്നുണ്ട്. ഹാലേലിയ. യേശുവിനെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ദൈവമേ ആരാധിക്കുന്ന. യേശുവിനെ ആരാധിക്കുന്നു. യേശുവിനെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ ചുറ്റും യേശുവിന്റെ രക്തം തളിച്ച് സംരക്ഷണം നേടണമെന്ന് കർത്താവ് മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നലെയും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കൂടുതലും, ഇന്നലെ നമ്മുടെ വൈകുന്നേരമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ടീമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ
പ്രാർത്ഥിച്ചപ്പോഴും മക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് കിട്ടിയത്. ഇന്നും പരിശുദ്ധാത്മാ സന്ദേശം നൽകുകയാണ്, മക്കൾക്ക് ഒരു തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾ തിരുരക്തത്തിന്റെ സംരക്ഷണം, യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ സംരക്ഷിക്കപ്പെടുന്നതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പരിശുദ്ധാത്മാ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. യേശുവേ ആരാധിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. യേശുവേ ആരാധിക്കുന്ന യേശുവേ നന്ദി പറയുന്നു. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ തിരുരക്തം തളിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥന വിഷയം, ഇന്ന് കുടുംബത്തിലായിരിക്കുന്ന, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലുള്ള എല്ലാ മക്കളെയും അങ്ങ് ഞങ്ങൾക്ക് ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ തലമുറകളെല്ലാം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ സംരക്ഷിക്കപ്പെടാനായിട്ട് ഞങ്ങൾ യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ രക്തം തളിക്കുന്നു. പാപമോചനം നൽകുന്ന, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണം ഞങ്ങളുടെ മക്കളുടെ മേലായിരിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണം ഞങ്ങളുടെ മക്കളുടെ മേൽ തളിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കളെ പറ്റിയുള്ള ഭാരങ്ങൾ, കുടുംബാംഗങ്ങളുടെ രോഗങ്ങളെ പറ്റിയുള്ള ഭാരങ്ങൾ, അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭയങ്ങൾ കൊണ്ടുവരുന്ന ദുരാത്മാവിന്റെ മേൽ യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ അലട്ടുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തി, വചനത്തിന്റെ ശക്തിയിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം തളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിച്ച് നമ്മുടെ മക്കളെ എല്ലാം യേശുവിന്റെ രക്തത്തിന്റെ അഭിഷേകത്തിന് മുമ്പിൽ സമർപ്പിച്ച് സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും രക്തത്തിന് മുമ്പിൽ സമർപ്പിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ മേൽ രോഗികളായിരിക്കും, ഞങ്ങളുടെ മക്കളുടെ മേൽ യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആരാധന, ആരാധന. നന്മ നിറഞ്ഞു പറയുന്ന സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന 2 സന്ദേശം കിട്ടിയതായിരുന്നു. ഇന്നലെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മുടെ എല്ലാ ദിവസവും പറ്റുന്നത് പോലെ നമ്മുടെ നോർമൽ ശുശ്രൂഷയ്ക്ക് ശേഷം ലീഡേഴ്സ് ഒരുമിച്ച് കൂടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ സന്ദേശം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, നമ്മള് നമ്മുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം മക്കളിലാണ്. മക്കളില് ഒരു രോഗം വരുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ അസ്വസ്ഥമാകൂല്ലേ? മക്കൾക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ, മക്കളുടെ പഠനത്തിൽ പിന്നിലേക്ക് പോകുമ്പോൾ, ആരോഗ്യ മേഖല പിന്നിലേക്ക് പോകുമ്പോൾ, സ്വഭാവ മേഖലയിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ ആദ്യം അസ്വസ്ഥമാകുന്നത് മാതാപിതാക്കളാണ്. അപ്പോ നമ്മൾ ഒത്തിരിയേറെ ഭാരപ്പെടുന്നുണ്ട്. നമ്മൾ ഒത്തിരിയേറെ നമ്മളിന്നിപ്പോ ഈ UK-യിലുള്ള എല്ലാ ശുശ്രൂഷകൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവര് പല പല മേഖലകളിലെ കുടുംബത്തിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്, പല വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, പല കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നവരുണ്ട്. അപ്പൊ അവരുടെ അടുത്തെല്ലാം ചോദിക്കുമ്പോഴും അവരെല്ലാരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം മാതാപിതാക്കൾ മക്കളെപ്പറ്റി വേദനിക്കുന്നു, മക്കളെപ്പറ്റി ഭാരപ്പെടുന്നു, മക്കളെപ്പറ്റി അസ്വസ്ഥമാകുന്നു.
പ്രിയമുള്ളവരെ, നമ്മള് ദൈവം നമുക്ക് നൽകിയ മക്കൾ എന്താണ്, നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും വളർത്തി വലുതാകേണ്ട മക്കൾ. നമുക്കൊരു അവർക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്ന രീതിയിലൊക്കെ ആകാതെ വരുമ്പോൾ നമുക്കും ഭാരവും വേദനയൊക്കെ ഉണ്ടാകാൻ സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞ് നമ്മൾ പിന്നോക്കം പോകരുത്, അതിലായിരിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരകലെ ആകട്ടെ, അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണത്തില്ലായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ അവർ, നിങ്ങളുടെ സ്വപ്നങ്ങളിലുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ നമ്മുടെ മക്കളാണ്. അവരെല്ലാവരും അനുഗ്രഹിച്ച് യേശുവിന്റെ രക്തം തളിച്ച് പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വൃഥാവിലാകില്ല. ഈ ആരാധനയുടെ സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നതും നമ്മുടെ ആരാധന ലീഡ് ചെയ്ത ഫിനി സിസ്റ്റർ ആ വചനം പറയുകയും ഒരേ സമയത്തായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. പ്രാർത്ഥന നടക്കുന്നത് ഞാനും പരിശുദ്ധാത്മാവും, ഞാനും കർത്താവായ യേശുവും, ഞാനും ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പൊ ആ ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ കർത്താവിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ അതിനൊരിക്കലും ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? നമ്മുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം, പരിശുദ്ധാത്മാവെ ഇപ്പോൾ നമ്മുടെ നോട്ടത്തിൽ അവർക്കൊരു മാറ്റവും കാണത്തില്ലായിരിക്കാം. ഇപ്പോൾ നമ്മുടെ നോട്ടത്തിൽ അവർക്കൊരു വ്യതിയാനവും വ്യത്യാസവും ഒക്കെ ഒന്നും കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടും കാണത്തില്ല, 5 മാസം കഴിഞ്ഞിട്ടും കാണത്തില്ല, 5 വർഷം കഴിഞ്ഞിട്ടും കാണത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥന വിലയുള്ളതായിട്ട് അവിടെ നിലനിൽപ്പുണ്ട്. അത് ദൈവം ഒരിക്കൽ തൊടും. ഒരിക്കൽ ദൈവം ആ പ്രാർത്ഥന അനുഗ്രഹിക്കും, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പൊ നമ്മൾ പ്രത്യാശപൂർവം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 24:49. ലൂക്കാ എഴുതിയ സുവിശേഷം 24:49. നമ്മൾ പറ്റുന്നവരല്ല, സോറി, ഞാൻ സാധാരണ പറയാനുള്ള പറ്റുന്നവരില്ല, എല്ലാവരും വചനം എടുക്കുക. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ പല പല പോളിസികളുണ്ട്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം എന്ന് പറയും, എല്ലാവരും അൺമ്യൂട്ട് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയും. ഇതല്ല, നമ്മൾ ഈ കൂട്ടായ്മയിൽ വരുമ്പം വചനം പറയുമ്പോൾ എല്ലാവരും വചനം എടുക്കുക. വചനം എടുക്കുമ്പോൾ തന്നെ വചനത്തിന്റെ ആത്മാവിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം എടുക്കുമ്പോൾ, നമ്മൾ പറയുന്ന വചനം എടുക്കുമ്പോൾ തന്നെ വചനത്തിന്റെ ആത്മാവുമായിട്ട് നമ്മൾ ഒരു ഐക്യത്തിലാകുകയാണ്. അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും വചനം പറയും, വചനം എടുക്കുക. ലൂക്കാ എഴുതിയ സുവിശേഷം 24:49. ഇതാ എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വചനഭാഗമാണ്, വളരെ സുപരിചിതമായിട്ട് കേട്ടിട്ടുള്ള വചനഭാഗം. ഇതാ പിതാവിന്റെ വാഗ്ദാനം. പിതാവിനൊരു വാഗ്ദാനമുണ്ട്. പിതാവിന്റെ വാഗ്ദാനം എന്ന്, അത് നോക്കണം, എന്താണ് വാഗ്ദാനമെന്ന്. പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. പിതാവ് എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. പിതാവ് ഇന്ന് ഫിനി സിസ്റ്ററിന്റെ കുടുംബത്തിന്റെ മേൽ ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. പിതാവ് ഇന്ന് സിൻസി സിസ്റ്ററിന്റെ കുടുംബത്തിന്റെ മേൽ ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. പിതാവ് ഇന്ന് ജിഷ സിസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് വാഗ്ദാനം? എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ഇതാണ് വാഗ്ദാനം. ഉന്നതത്തിൽ നിന്ന് ശക്തി 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 ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിതാവിന്റെ വാഗ്ദാനം ശക്തിയാണ്. അത് നമ്മൾ ധരിക്കണം. ധരിക്കണമെങ്കിൽ ഒരേ ഡിമാൻഡേ ഉള്ളൂ, ഈ നഗരത്തിൽ നിങ്ങൾ വസിക്കണം. ഏത് നഗരമാണ്? കർത്താവിനെ പീഡിപ്പിച്ച നഗരം,
കർത്താവിന്റെ മേൽ കുറ്റാരോപണം നടത്തിയ നഗരം, കർത്താവിനെ ക്രൂശീകരണം നടത്തിയ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണം. അപ്പൊ എങ്ങനെയാ വസിക്കേണ്ടത്? അപ്പോൾ അവരെടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഇത് കേട്ടു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലൊക്കെ വീണ്ടും കർത്താവ് ഇത് പറയുന്നുണ്ട്. ഉടനെ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം അവർ തീരുമാനം എടുത്ത് അവിടെ തന്നെ വസിക്കാൻ അവർ തീരുമാനിച്ചു. ലൂക്ക എഴുതിയ സുവിശേഷം ലൂക്കയാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്തല പ്രവർത്തനം എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കയാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി വരുന്നത് ലൂക്ക എഴുതിയ സുവിശേഷം ഇടയ്ക്ക് യോഹന്നാൻ സുവിശേഷം വന്നിട്ടുണ്ടെങ്കിലും ലൂക്ക എഴുതിയ സുവിശേഷം വായിച്ചിട്ട് ഉടനെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ തുടർ ഭാഗങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. അവരുടനെ എന്ത് തീരുമാനിച്ചു? ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതാണ് വസിക്കുക എന്ന് പറയുന്നത്. എന്താണ്? ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വാഗ്ദാനം അയച്ചിട്ടുണ്ട്. ഉണ്ട് വാഗ്ദാനം. അത് ശക്തിയാണ്. ഉന്നതത്തിൽ നിന്ന് ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ശക്തി വരുന്നത് വരെ നിങ്ങൾ ഈ നഗരത്തിൽ വസിക്കണം. അവർ വസിച്ചത് എങ്ങനെയാണ്? മറിയത്തോടും മറ്റു സ്ത്രീകളോടും ശിഷ്യന്മാരോടും ഒപ്പം ഏക മനസ്സോടെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ശക്തി വരുവാനായി, ഉന്നതത്തിൽ ശക്തി ധരിക്കാനായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ വസിക്കണം. എവിടെ? എങ്ങനെ? പ്രാർത്ഥനയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്. ഈ ആരാധനയിടയ്ക്ക് കർത്താവ് നൽകിയ ചില വചനങ്ങളാണ് ഈ നിമിഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ നിരന്തരം പ്രാർത്ഥനയിൽ നമ്മൾ വസിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഉന്നതത്തിൽ നിന്ന് വാഗ്ദാനം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല, നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല, നമ്മൾ മറ്റു കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോഴല്ല, മറ്റ് ചിന്തകൾ, ധനം, ഓവർ ടൈം, ജോലി, അല്ലെങ്കിൽ വീട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പൊസിഷൻ, അല്ലെങ്കിൽ ആഘോഷങ്ങൾ, ജഡമോഹങ്ങൾ, ഇതിലെല്ലാം വ്യാപൃതരായിരിക്കുമ്പോഴല്ല, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കും. അപ്പം 1 തെസ്സലോനിക്ക 5:17 പറയുന്നത് എന്താണ്? ഇടവിടാതെ പ്രാർത്ഥിക്കും. ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പൗലോസപ്പോസ്തലന്റെ പ്രാർത്ഥനാ രീതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:3 പൗലോസപ്പോസ്തലൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വചനത്തിൽ കാണാൻ സാധിക്കും. നമ്മളെ നിരന്തരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന പൗലോസപ്പോസ്തലൻ എങ്ങനെയാ പ്രാർത്ഥിച്ച? പൗലോസപ്പോസ്തലന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരുന്നു? 2 തിമോത്തിയോസ് 1:3 ഇങ്ങനെ പറയുന്നു, രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ. നോക്കിക്കേ, പൗലോസപ്പോസ്തലൻ രാവും പകലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരെ പൗലോസപ്പോസ്തലൻ പ്രാർത്ഥിക്കായിരുന്നു. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്നു അങ്ങനെ ഒരു ജീവിതം. ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ പറ്റി, പ്രാർത്ഥനയെ പറ്റി ഓർത്തോർത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസപ്പോസ്തലൻ്റേത്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ്, നമ്മളുടെ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുമ്പോൾ, ആ പ്രാർത്ഥനാ ശൈലിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ പരിശുദ്ധാത്മാവ്, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഉന്നതത്തിൽ നയിക്കപ്പെടുന്ന ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മാതാവ്. ലൂക്ക 1:26 പറയാണ്, ഗബ്രിയേൽ ദൈവദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഒരു സ്ത്രീയെ സന്ദർശിക്കാൻ വന്നു.
എന്താണ് സന്ദർശിക്കാൻ വരാനുള്ള ഒരു കാരണം? ഗലീലിയിൽ നസ്രത്തിൽ എന്നൊരു പട്ടണത്തിൽ ദൈവദൂതൻ സ്ത്രീയെ സന്ദർശിക്കാൻ വരാൻ കാര്യം എന്താണ്? അവിടെ ഒരു സന്ദേശം ദൈവദൂതന് പറയാനുണ്ടായിരുന്നു. എന്താണ് സന്ദേശം? ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ ഞാൻ ഒന്ന് എടുക്കുകയാണ്. ഇത് 35-ാമത്തെ വചനം, ലൂക്ക 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേല് ഗബ്രിയേൽ ദേവദൂതൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സന്ദേശം. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞാണ്, മാതാവ് മനുഷ്യകുലത്തിന്റെ മധ്യസ്ഥയാണ് എന്ന് അതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധിയായിട്ട് മാതാവ് നിൽക്കുകയാണ്. എല്ലാ മനുഷ്യ മക്കളുടെ മേലും ഗബ്രിയേൽ ദേവദൂതൻ പറയാനൊരു കാര്യം ഇതാണ്: നീ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നീ ഇവിടെ തന്നെ വസിക്കുന്ന. യേശുവിന്റെ വചനം. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, നമ്മള് ഈ ക്രിസ്മസ് കാലം പ്രാർത്ഥനയുടെ കാലമാണ്. ക്രിസ്മസ് കാലം പ്രാർത്ഥനയുടെ കാലമാണ്, ഒപ്പം പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. പരിശുദ്ധാത്മാവിന്റെ വരവിന്റെ കാലമാണ് ക്രിസ്മസ് കാലം. പരിശുദ്ധാത്മാവിന്റെ വരവിന്റെ കാലമാണ് ക്രിസ്മസ് കാലം. നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പ്രാർത്ഥനയുടെ കാലമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാലമാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട കാലമാണ് ക്രിസ്മസ് കാലം. എന്തുകൊണ്ടാണ് ക്രിസ്മസ് കാലം പരിശുദ്ധാത്മാവിന്റെ കാലം എന്ന് പറയുന്നത്? 1:35 ദൈവദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി കടന്നു വരും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു, അപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവാകുന്ന ഉന്നതത്തിൽ നിന്നുള്ള ശക്തി വരുമ്പോഴാണ് ആര് ജനിക്കുന്നത്? എന്നിൽ ക്രിസ്തു ജനിക്കുന്നത്. അവൻ പരിശുദ്ധൻ എന്ന് അറിയപ്പെടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആരാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്? ആരാണ് പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നത്? എന്നിൽ ജനിക്കുന്ന ക്രിസ്തു. എന്നിൽ ജനിക്കുന്ന ക്രിസ്തു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. എന്നിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ സമൂഹം എന്നെ നോക്കി പറയും, പരിശുദ്ധനായ ഒരു വ്യക്തിയാണ്. എന്നിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ സമൂഹം എന്നെ നോക്കി പറയും, പ്രാർത്ഥനാ കൂട്ടായ്മ എന്നെ നോക്കി പറയും, ദൈവം ഉള്ള ഒരു വ്യക്തിയാണ്, യേശു നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും വലിയൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള ഏറ്റവും വലിയ നന്മ. നമ്മളിപ്പം ഒരു താങ്ക്സ് ഗിവിങ്ങിന്റെ പ്രെയർ നമ്മൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത്, ദൈവമേ, ഒന്നുമില്ലാതിരുന്ന എന്നെ, അവിടെ തിരുവനന്തപുരത്തിന്റെ വഴിയോരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്നെ, ഒന്നുമില്ലാത്ത എന്നെ, വിദ്യാഭ്യാസമില്ല, കഴിവില്ല, ആലോചനയില്ല, ബുദ്ധിയില്ല, ഓർമ്മയില്ല, എന്ത് സംസാരിക്കണം, എങ്ങനെയൊന്നും അറിയണമെന്നില്ലാത്ത എന്നെ ഇവിടെ പിടിച്ച് പെട്ടെന്ന് ഫ്ലൈറ്റിൽ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി, കല്യാണം നടത്തി, മക്കളെയൊക്കെ തന്ന്, വീടും ഒക്കെ തന്ന്, ദൈവമേ സ്തോത്രം, ആരാധന, നന്ദി. ഇതാണ് നമ്മൾ ദൈവമേ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നത്. ഇതല്ല. നമുക്ക് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്ന യേശു എന്നിലുണ്ട് എന്ന് നമ്മൾ പറയണം, നന്ദി പറയണം. യേശു എന്നിൽ ജനിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാർത്ഥനയുടെ കാലമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലമാണ്, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഉന്നതത്തിൽ നിന്ന് ശക്തി അയക്കുന്ന കാലമാണ്. ആ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഉന്നതത്തിൽ നിന്ന് ശക്തിയാൽ ക്രിസ്തു ജനിക്കുന്ന കാലമാണ് ക്രിസ്മസ് കാലം. അപ്പൊ നമ്മൾ നന്ദി പറയേണ്ട എപ്പോഴാണ്? നമ്മൾ നന്ദി പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും നന്ദി പറയാം. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ,
വീട്, ജോലി, എനിക്ക് ജോലിയിൽ ഉയർച്ച, ശമ്പളം, എനിക്ക് സാലറി കൂട്ടി തന്നു, എനിക്ക് കൊളീഗ്സ് എല്ലാം എന്നെ നല്ലതെന്ന് പറയും. ഇതിലൊക്കെയാണ് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെയാണ് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് സാത്താൻ യേശുവിന്റെ അടുത്ത് പറയുന്നത്, നീ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നിന്നൊന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി. സാത്താന്റെ മുമ്പിൽ ഈ ഭൗതിക സുഖങ്ങളെല്ലാം വലിയ കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? സങ്കീർത്തനം 32:1. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. നമ്മൾ ആദ്യം നന്ദി പറയേണ്ട ഇതാണ്. ഈ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും നൽകുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന കാലമാണ് ക്രിസ്മസ് കാലം. എന്നിൽ ക്രിസ്തു ജനിക്കുന്ന കാലമാണ് ക്രിസ്മസ് കാലം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലമാണ്, ക്രിസ്തു എന്നിൽ ജനിക്കുന്ന കാലമാണ് ക്രിസ്മസ് കാലം. നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹാലേലിയ, ഹാലേലിയ, ഹാലേലിയ. യേശുവെ ഞങ്ങളങ്ങ് ആരാധിക്കും. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിക്കുക. യേശുവെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഉന്നതത്തിൽ ശക്തി അയക്കുന്ന ദൈവം. ഹാലേലിയ, ദൈവമേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ദൈവമേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ദൈവമേ ആരാധന, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശ്വരനെ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ദൈവമേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 1:46 നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഇത് നഥാനിയേൽ 2024 വർഷങ്ങൾക്ക് മുൻപ് ചോദിച്ച ഒരു ചോദ്യമാണ്. നഥാനിയേൽ ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഈ നസ്രത്ത് എന്നതിന് പകരം നമ്മുടെ പേര് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഷോബുവിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഇതെല്ലാവരും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ജീവിത പങ്കാളി എന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂട്ടായ്മ, പ്രാർത്ഥനാ കൂട്ടായ്മ എന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ സമൂഹം എന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നെൻ്റെ കൂട്ടായ്മയിലുള്ള പലരും എന്നെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ കുടുംബത്തിലുള്ളവർ പലരും എന്നെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്നും, എന്നെപ്പറ്റി അവർ ധരിച്ചിട്ടുള്ളത് എന്താണെന്നും, എന്നെപ്പറ്റിയുള്ള അവരുടെ വിശ്വാസം എന്താണെന്നും, എന്നെപ്പറ്റിയുള്ള അവരുടെ ധാരണ എന്താണെന്നും എനിക്കറിയാം. അവരറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമോ? ഇത് ചോദിച്ചതായിരുന്നു നഥാനിയേൽ പ്രവാചകന്. നഥാനിയേൽ പ്രവാചകൻ ആരാണ്? നഥാനിയേൽ പ്രവാചകൻ ആരാണെന്ന് യേശു തന്നെ, ദൈവപുത്രനായ യേശു തന്നെ പറയുന്നുണ്ട്. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, നിഷ്കപടനായ, കാപട്യമില്ലാത്ത, നിഷ്കളങ്കനായ, ആത്മാർത്ഥതയുള്ള ഒരു യഥാർത്ഥ ഒരു വ്യക്തി, ഇസ്രായേൽക്കാരൻ, യഹൂദൻ. ഇതാരാണ് പറയുന്നത്? യേശുവാണ് പറയുന്നത്. നഥാനിയേലിനെ കണ്ടുകൊണ്ട് യേശു പറയാണ് 47-ാമത്തെ വചനത്തിൽ. ഇങ്ങനെ പറയുന്ന നിഷ്കളങ്കനായ
ഈ നഥാനിയേൽ പ്രവാചകന് പോലും ഒരു സംശയമുണ്ട്. ആരും അറിയപ്പെടാത്ത ഒരു ഗ്രാമം, ആരാലും അറിയപ്പെടാത്ത ഒരു ഗ്രാമം, അവിടെ നിന്ന് യാതൊരു നന്മയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇത്രയും വർഷമായി, 68 വയസ്സായിട്ടും ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരു നന്മയും ഒരു ഉയർച്ചയും ആ ഗ്രാമത്തിൽ നിന്ന് ഇതുവരെയും കേട്ടിട്ടില്ല. ഒരു വ്യക്തികൾ ആ ഗ്രാമത്തിൽ ഉയർന്നു വരുന്നതായിട്ട് കേട്ടിട്ടില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടില്ല. ഒരു ചേഞ്ചസും ഇല്ലാതെ, ഒരു മാറ്റങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് നഥാനിയേൽ ചോദിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥന അനുഭവത്തിൽ, എൻ്റെ സാമൂഹിക ജ്ഞാനത്തിൽ ഇതുവരെ ഒരു നന്മയും കടന്നു വരാത്ത ആ ഒരു ഗ്രാമത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറയുകയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. 45-ാമത്തെ വചനമാണ്, 44-ാമത്തെ വചനം, 45-ാമത്തെ വചനം. നഥാനിയേലെ, നിന്റെ ചിന്തകളിലും നിന്റെ അനുഭവത്തിലും നിന്റെ ജ്ഞാനത്തിലും നിന്റെ പാരമ്പര്യത്തിലും എല്ലാം അവിടുന്ന് യാതൊരു നന്മയും ഇല്ലെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിലും, പക്ഷേ ലോകത്തിന്റെ മുൻപിൽ യാതൊരു പ്രാധാന്യമില്ലാത്ത അവജ്ഞപ്പെട്ട ഒരു ദേശമാണ് നസ്രത്ത് എന്നാണെങ്കിലും ഞാൻ കണ്ടു, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു നസ്രത്തിൽ ജനിച്ചിട്ടുണ്ട്, അവനെ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ഈ നസ്രത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിരിക്കാം. യാതൊരു പ്രാധാന്യവുമില്ല കുടുംബത്തിൽ, കൂട്ടുകാരുടെ മുൻപിൽ എനിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഇന്ന് ഏറ്റവും വലിയ പരാതി ഇതാണ്. കുടുംബത്തിലുള്ള ഏറ്റവും വലിയ പരാതി ഇതാണ്. ആരും എന്നെ മാനിക്കുന്നില്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, ആരും എനിക്ക് വേണ്ട സ്ഥാനം നൽകുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഏറ്റവും വലിയ പ്രൈസ് ലോർഡ്. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം കാണുന്ന ഒരു കാര്യം എന്താണ്? ഇന്ന് പല പല കുടുംബത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണുന്ന ജീവിത പങ്കാളി പറയുന്ന പരാതികൾ ഇതാണ്. മക്കളുടെ പരാതി ഇതാണ്, എന്നെ മനസ്സിലാക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല മാതാപിതാക്കൾ. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം നമ്മുടെ മാനുഷികമായ തലത്തിൽ, നമ്മുടെ ചിന്തകളിലെല്ലാം കിടപ്പുണ്ട്. ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്, ഞാൻ എല്ലാവരും തള്ളപ്പെട്ടവനാണ്, ഞാൻ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ചിന്തകളുള്ളവർ എന്ത് ചെയ്യും? എന്തെങ്കിലും നേടിയേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ഓവർ ടൈം ചെയ്യണം, കൂടുതൽ ധനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം പല പല സ്ഥാനങ്ങൾ നേടിയെടുത്ത് കൈവശം വച്ചിരിക്കണം, അല്ലെങ്കിൽ പല പല കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യണം. ഇതെല്ലാം ഇങ്ങനെ ഇതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. ഒന്നുമില്ലാത്തവൻ എന്തിനെങ്കിലും കിട്ടാനുള്ള നെട്ടോട്ടമാണ് എല്ലായിടത്തും. പക്ഷേ കർത്താവ് സ്വർഗം പറയുന്ന ഒരു സന്ദേശമുണ്ട്. നസ്രത്ത് അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമാണ്, അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നസ്രത്തെങ്കിൽ സ്വർഗം പറയുകയാണ് അവിടെ യേശുവിനെ ജനിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നീ നിന്റെ കുടുംബത്തിൽ അവഗണിക്കപ്പെട്ട വിലയില്ലാത്ത വ്യക്തിയായിട്ട് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ഉറപ്പായിട്ടും സ്വർഗം ഒരു സന്ദേശം നൽകും. സ്വർഗത്തിലൊരു വാഗ്ദാനമുണ്ട്. ഉന്നതത്തിലുള്ള ശക്തി നിന്റെ മേൽ വരും. നിന്നിലേശു ജനിക്കും. നിന്നിലൂടെ എല്ലാവരും പരിശുദ്ധനെ കാണും. നിന്നിലൂടെ എല്ലാവരും ദൈവപുത്രൻ. ഫിലിപ്പോസ് പറഞ്ഞില്ലേ, ഞാൻ കണ്ടു നസ്രാനായ യേശുവിനെ, നസ്രത്തിൽ ജനിച്ചവനെ ഞാൻ കണ്ടു. നിന്നിൽ ജനിച്ച ക്രിസ്തുവിനെ ഞാൻ കണ്ടു. ഫിലിപ്പോസ് പറഞ്ഞതുപോലെ മറ്റുള്ളവർ പറയും, കുടുംബക്കാർ പറയും. പ്രിയമുള്ളവരെ, ഇതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നീ നിന്റെ വേദനകൾ, നീ നിന്റെ കണ്ണുനീർ, നീ നിന്റെ അസ്വസ്ഥതകൾ എല്ലാം
എല്ലാം എല്ലാം പ്രാർത്ഥനകളായിട്ട് മാറ്റണം. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആർക്കും വേണ്ടാത്ത നിന്നെ സ്വർഗം അയക്കുന്ന ഒരു ശക്തിയുണ്ട്. വാഗ്ദാനം, ആ വാഗ്ദാനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജനിക്കുന്ന ഒരു മാറ്റമുണ്ട്. അവിടെ ഒരു പരിശുദ്ധൻ ജനിക്കും. അവന്റെ പേരാണ് ക്രിസ്തു. അവനെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അതാണ് ഏറ്റവും വലിയ നന്മ. ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുവാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന 2-3 നിലയുള്ള വീടുകളോ, ഒരു നിലയുള്ള വീടോ, ജോലിക്കയറ്റങ്ങളോ, സമ്പത്തോ, സൗകര്യങ്ങളോ, ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ ജീവിതം മാറി. ഞാൻ ഇന്നലെ കുടിച്ച് കൂത്താടി നടക്കുകയായിരുന്നു, ഇന്ന് എൻ്റെ ജീവിതം മാറി. എന്താണ്? യേശുവിനെ കിട്ടിയത് കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ നമ്മൾ യേശു എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ താങ്ക്സ് ഗീവിങ് കൊടുക്കുന്നത് യേശു എൻ്റെ കർത്താവായതിനു കൊണ്ടാണ്. യേശു എൻ്റെ നാഥനായതുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വചനം ഇതാണ്: നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്ന് അവഗണിക്കപ്പെട്ട ആ ഒരു സമൂഹത്തിൽ നിന്ന്, ആ ഒരു ദേശത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രാർത്ഥന അനുഭവത്തിൽ നിൽക്കുന്ന, തീഷ്ണതയുള്ള, ദീർഘദർശിയായ, അന്ന് യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ, നിഷ്കപടനായ, നിഷ്കളങ്കനായ, ദർശനമുള്ള പ്രവാചകൻ പറയാണ്, അവിടെ നിന്ന് എന്തെങ്കിലും നന്മ വന്നിട്ടുണ്ടോ? വരാൻ സാധ്യതയുണ്ടോ? പക്ഷേ ഫിലിപ്പോസ് പറയാണ്, ഞാൻ കണ്ടു, ആർക്കും വേണ്ടാത്ത ദേശത്തിൽ ക്രിസ്തു ജനിച്ച്, അവൻ ജനിച്ചു വളർന്നത് ഞാൻ കണ്ടു, അവൻ എന്നെ വിളിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് പേര് നന്മ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടായെങ്കിൽ എന്ന് എൻ്റെ ജീവിത പങ്കാളി, മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾ കൂട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിൽ നന്മ വരുമ്പോൾ, നോർക്കണം, എന്നിൽ നന്മ വരുമ്പോൾ മറ്റുള്ളവർക്കൊരു സന്തോഷം ഉണ്ടാകും. എന്നിൽ നന്മ വരുമ്പോൾ മറ്റുള്ളവരുടെ സംസാര രീതി മാറും. എന്നിൽ നന്മ ജനിക്കുമ്പോൾ മറ്റുള്ളവരുടെ സംസാര രീതി മാറും. എന്നിൽ നന്മ വളരുമ്പോൾ മറ്റുള്ളവർ എന്നെ അനുകരിക്കും, ഫോളോ ചെയ്യും. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ലോകത്തിന്റെ ചരിത്രം. ലോകത്തിന്, കേരളത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 80-കളുടെ ആരംഭത്തിൽ തുടങ്ങിയ ഡിവൈൻ ധ്യാന കേന്ദ്രം ഏറ്റവും വലിയൊരു നന്മയായിരുന്നു. അതിനു മുമ്പ് ധ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഈ ഒരു നന്മ, ദൈവം അവിടെ വളർത്തിയ നന്മയുണ്ടല്ലോ, അത് നന്മ കണ്ട് സന്തോഷിച്ചവരുണ്ട്, നന്മ കണ്ട് ഓടിക്കൂടിയവരുണ്ട്, നന്മ കണ്ട് അനുകരിച്ചവരുണ്ട്. എത്ര ധ്യാന കേന്ദ്രങ്ങൾ അതിനുശേഷം, എത്രയെത്ര വചനപ്രഘോഷകർ അതിനുശേഷം, എത്രമാത്രം ശുശ്രൂഷ രീതികൾ ആ നന്മയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നറിയാവോ? കാരണം എന്തെന്നറിയാവോ? അവിടെ ക്രിസ്തു ജനിച്ചു. ആ നന്മ കണ്ട് അനുകരിച്ചവർ നിരവധി പേരാണ്. എന്നിൽ ക്രിസ്തു ജനിക്കുമ്പോൾ എന്നെ അനുകരിക്കുന്ന, എൻ്റെ ജീവിത രീതി അനുകരിക്കുന്നവരുണ്ടാകും. എൻ്റെ ജീവിത രീതി അനുകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ കണ്ടിട്ട് എന്നെ എതിർക്കുന്നവരാ ജീവിത പങ്കാളിയും, മക്കളും, കൂട്ടുകാരും, കുടുംബക്കാരും എല്ലാവരും. എൻ്റെ പേര് കേട്ടോ, അവരുടെ കലി അവരുടെ രക്തം തിളയ്ക്കും. എൻ്റെ പേര് കേട്ടാൽ, നമ്മളെ ഭാരതത്തിന്റെ പേര് കേട്ടാൽ എന്താണ് ചോര ഞരമ്പുകളിലൊക്കെ തിളയ്ക്കുന്നത് പോലെ തിളയ്ക്കണമെന്നാണ് കവി പാടിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പേര് കേൾക്കുമ്പോൾ എന്താണ്, അനുകരിക്കാൻ തോന്നത്തില്ല, അവരുടെ രക്തം തിളച്ച് നമ്മളെ എതിർക്കാനാ തോന്നുന്നത്. കാരണം എന്താണ്? എന്നിൽ നന്മ ഇതുവരെയും ജനിച്ചിട്ടില്ല. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന, ഫിലിപ്പോസ് നഥാനിയേൽ പറയാണ്, നഥാനിയേൽ പ്രതീക്ഷിക്കുന്നത് എല്ലാവരിൽ നിന്നും നന്മയാണ്. ഒരു പ്രവാചകനായിരിക്കുന്ന നിഷ്കളങ്കനായ നഥാനിയേൽ പ്രതീക്ഷിക്കുന്ന എല്ലാവരിൽ നിന്നും നന്മയാണ്. അപ്പോൾ നന്മ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ജീവിത പങ്കാളി നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മക്കളെല്ലാം നന്മയിൽ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളും നന്മയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിൽ നിന്നും നന്മയാണ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിൽ നന്മ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്,
യേശുവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് യേശുവാണ്. ആ യേശു നമ്മളിൽ ജനിക്കുമ്പോൾ, യേശു നന്മയാകുന്ന യേശു നമ്മളിൽ ജനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ സംസാര രീതി മാറും. സംസാര രീതി മാറും. ഞാനിത് പറയുന്നത് തെളിവുകളോടുകൂടെയാണ്, ബൈബിളിലുള്ള തെളിവുകളോടുകൂടെയാണ് ഞാൻ ഈ ഒരു സെന്റൻസ് ഉപയോഗിക്കുന്നത്. സംസാര രീതി മാറുമെന്ന്. പ്രിയമുള്ളവരെ, ലൂക്കായെഴുതിയ സുവിശേഷം ഒന്നെടുക്കാം. 1-ാം അധ്യായം 42, 41 വാക്യങ്ങൾ. 1-ാം അധ്യായം ലൂക്ക 1, 42, 43 വാക്യങ്ങൾ. അവൾ കാത്തിരുന്നു. ദൈവദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. ശക്തി നിന്റെ മേൽ കടന്നു വരും. അത്യുന്നതന്റെ ശക്തിയാൽ നിന്നിൽ ഒരു കുഞ്ഞ് ജനിക്കും. അവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഒന്ന് നോക്കിക്കേ, മാതാവ് മറിയം, 13-16 വയസ്സുള്ള വ്യക്തി, അതിനു മുമ്പ് എത്രയോ കുടുംബക്കാരെ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്ന് വരെ പറയാത്ത ചില വാക്കുകൾ ചാർച്ചക്കാരി, കസിൻ മാതാവിനെ നോക്കി പറയുന്നുണ്ട്. എന്താണ്? അവൾ ഉദ്ഘോഷിച്ച്, അവൾ പറഞ്ഞതല്ല, അവൾ പതുക്കെ പറഞ്ഞത്, രഹസ്യമായിട്ട് പറഞ്ഞ, ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞതല്ല, ഉറക്കെ പറയുകയാണ്. എന്താണ് കാരണം? അവൾ, മാതാവിന്റെ എൽസബത്ത്, ചാർച്ചക്കാരിയായിരിക്കുന്ന എൽസബത്ത് ഉറക്കെ പ്രഘോഷിക്കുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, കാരണം നിന്റെ ഉള്ളിൽ ഒരു നന്മ ജനിച്ചിരിക്കുന്നു. നിന്റെ ഉദരഫലം അനുഗ്രഹീതം, കാരണം നിന്റെ ഉദരഫലം എന്ന് പറയുന്നത് ദൈവപുത്രനാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, ഒന്ന് ആലോചിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അവിടെ കർത്താവിനെ പുറത്ത് കണ്ടിട്ടില്ല, ഉദരത്തുനിന്ന് പുറത്ത് കാണുന്നില്ല, കണ്ടിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ചാർച്ചക്കാരിക്ക് അറിയാം, ഇവൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇവളുടെ ഉള്ളിൽ യേശു ജനിച്ചു കഴിഞ്ഞു, കർത്താവ് ജനിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. അയ്യോ, ഈ മനുഷ്യനെ കല്യാണം കഴിച്ച അന്ന് മുതൽ എനിക്ക് ദുരിതമാണ്. എന്ത് പറയാം, ഈ മനുഷ്യനെ കൊണ്ട് മടുത്തു. ഇവളെ കൊണ്ട് നടക്കുന്നതിനേക്കാളും വേറെ ആരെങ്കിലും എന്നൊക്കെ നമ്മളെ നോക്കി പലരൊക്കെ പറയാറില്ലേ കുടുംബത്തിൽ. പക്ഷെ ഇവിടെ നോക്കിക്കേ, നന്മ നിറഞ്ഞ മറിയം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് നന്മ? ക്രിസ്തു നിറഞ്ഞ മറിയം, ക്രിസ്തുവാകുന്ന നന്മ നിറഞ്ഞ മറിയത്തെ നോക്കി അതുവരെ ഉണ്ടായിരുന്ന എൽസബത്തിന്റെ ചിന്താരീതികളും ചിന്താധാരണകളും എല്ലാ പ്രതികരണങ്ങളും എല്ലാം അതിർലംഘിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, നിന്റെ ജീവിതം തന്നെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്, നീ എൻ്റെ അടുത്ത് വരാൻ ഞാൻ എത്രമാത്രം ഭാഗ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പ്രിയമുള്ളവരെ. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് അനുഭവം. ഈ ഒരു അനുഭവം നമ്മൾ സ്വന്തമാക്കണം. ഇതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അപ്പോ എല്ലാവരും നമ്മളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് മാറ്റം? സംസാര രീതി മാറണമെന്നല്ല, ചിന്താഗതി മാറണമെന്നല്ല. ചിന്താഗതിയോ സംസാരമോ ഒന്നും കേൾക്കാതെ തന്നെ എൽസബത്ത് പ്രഘോഷിച്ചു തുടങ്ങിയില്ലേ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അപ്പോൾ ആ തരത്തിൽ ലോകത്തിൽ ദൈവത്തിന്റെ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നന്മ, ക്രിസ്തു അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും നൽകുന്നവൻ എൻ്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കണം. അപ്പോൾ അതിന് കർത്താവ് തന്നെ പറയും, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ വസിക്കുവിൻ. അവർ പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലം പ്രാർത്ഥനയുടെ കാലമാണ്. ക്രിസ്മസ് കാലം പരിശുദ്ധാത്മാവിന്റെ കാലമാണ്.
ക്രിസ്മസ് കാലം പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. എന്നെ പറ്റിയുള്ള ചിന്താധാരണകൾ, എന്നെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ മാറ്റേണ്ട കാലമാണ് ക്രിസ്മസ് കാലം. മാതാവിനെ പറ്റിയുള്ള ധാരണകളെല്ലാം മാറ്റിമറിച്ച കാലമാണ് ക്രിസ്മസ് കാലം, ക്രിസ്തു ജനിച്ച കാലം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുമ്പോൾ എന്നെ പറ്റിയുള്ള എല്ലാ ധാരണകളും, എല്ലാ തെറ്റിദ്ധാരണകളും, എന്നെ പറ്റിയുള്ള എല്ലാ അപവാദങ്ങളും, എന്നെ പറ്റിയുള്ള എല്ലാ കുറ്റാരോപണങ്ങളും മാറി മറിക്കേണ്ട കാലമാണ് ക്രിസ്മസ് കാലം. കാരണം നന്മ എന്നിൽ ജനിച്ചിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ യേശു എന്നിൽ ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നന്മയുടെ കാലം. എല്ലാവരും ചോദിക്കും, അവനിൽ നിന്ന് അവളിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടോ? അവൾ ആരാണെന്ന്, അവൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ എങ്ങനെ സംസാരിക്കുമെന്ന്, എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയാം. അവൻ എന്ത് സ്റ്റെപ്പ് എടുക്കുമെന്ന് എനിക്കറിയാം. അവൻ ഈ ഒരു സാഹചര്യം അവരുടെ അടുത്ത് പറഞ്ഞു നോക്കുക, അവരിങ്ങനെ സംസാരിക്കത്തുള്ളൂ എന്നെനിക്കറിയാം. പക്ഷെ ക്രിസ്തു ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ വ്യക്തിയെ പറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അറിയാതെ നമുക്ക് മാറ്റി പറയാം. അത്രമാത്രം ഒരു പ്രസൻസ്, ആ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ നമ്മളൊന്ന് ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടവനായിരിക്കാം. കുടുംബത്തിൽ ആരും നിന്നെ ബഹുമാനിക്കുന്നില്ല, വേണ്ട സ്ഥാനം നൽകുന്നില്ല, വേണ്ട പരിഗണന നൽകുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല ആയിരിക്കാം. പക്ഷേ അവിടെയാണ് നിന്റെ സ്വർഗത്തിന്റെ കാലിത്തൊഴുത്ത് ദൈവം കാണുന്നത്. ക്രിസ്തുവിന് ജനിക്കാനുള്ള കാലിത്തൊഴുത്ത് അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നിന്റെ ജീവിതമായിരിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു വേദനയുണ്ടല്ലോ, ആ വേദനയിൽ നിന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കണം. ആ വേദനയിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. ശൂന്യമായ, ആരും തിരിഞ്ഞു നോക്കാത്ത കാലിത്തൊഴുത്ത് ആഘോഷമാക്കി മാറ്റുന്ന ഡിസംബർ മാസം നമ്മുടെയും ആഘോഷമായിട്ട് മാറും. നമ്മുടെ ജീവിതവും ആഘോഷമായിട്ട് മാറും. പ്രിയമുള്ളവരെ, കാലിത്തൊഴുത്തിൽ ആരും വന്നിട്ടില്ല. പക്ഷേ ക്രിസ്തു ജനിച്ചത് കൊണ്ട് ജ്ഞാനികൾ വന്നു. ക്രിസ്തു എന്നിൽ ജനിച്ചത് കൊണ്ട് പലരും പ്രാർത്ഥിക്കാൻ വരുന്നു, പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു, പലരും അവരുടെ വേദനകൾ പറയുന്നു. ക്രിസ്തു എന്നിൽ ഉള്ളത് കൊണ്ട്, ക്രിസ്തുവിന്റെ അഭിഷേകം എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു. പ്രിയമുള്ളവർ, ഈ ഒരു തലത്തിലേക്ക് നമുക്ക് വളരണം. ഇന്ന് എല്ലാവർക്കും വേണ്ടത് ക്രിസ്തുവിനെയാണ്. ഇന്ന് എല്ലാവർക്കും വേണ്ട നന്മയാണ്. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മ, നമ്മളിലുള്ള യേശുവിനെ തേടി ഒരുപാട് പേര് നമ്മളിലേക്ക് വരണം. നമ്മളിലൂടെ യേശു അവരിലേക്ക് എത്തണം. മറ്റുള്ളവരുടെ സംസാര രീതി മാറ്റാൻ തക്ക വിധത്തിൽ നന്മയാകുന്ന ക്രിസ്തു എന്നിൽ നിറയണം. എലിസബത്ത് സംസാരിച്ചതുപോലെ, മാതാവിനെ കണ്ടപ്പോൾ തന്നെ എലിസബത്ത് സംസാരിച്ചതുപോലെ, എന്നെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സംസാര രീതി മാറ്റുന്ന തരത്തിൽ ക്രിസ്തു എന്നിൽ നിറയാൻ തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ രാവും പകലുമില്ലാതെ നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ക്രിസ്മസ് കാലം പ്രാർത്ഥനയുടെ കാലമാക്കി, പരിശുദ്ധാത്മാവിന്റെ കാലമാക്കി, എൻ്റെ ജീവിതമാകുന്ന കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പരിശുദ്ധൻ ജനിക്കുന്ന വേളയാക്കി നമ്മൾ മാറ്റണം. ഇത് പ്രാർത്ഥനയുടെ കാലമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ക്രിസ്തുവാകുന്ന നന്മ നമ്മൾ ജനിക്കണം. എല്ലാവരും ചോദിക്കും, അവനിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പലരും പറയും, ആ വ്യക്തിയിൽ നിന്ന് എനിക്കൊരു സന്ദേശം കിട്ടി, ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്, ആ വ്യക്തിയിലൂടെ ഒത്തിരിയേറെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആ വ്യക്തിയിൽ ക്രിസ്തു ഉണ്ട്, ആ വ്യക്തിയിൽ പരിശുദ്ധനുണ്ട്. ഇത് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ കോലാഹലങ്ങളിൽ നിന്ന് മാറി പ്രാർത്ഥനയിലായിരിക്കുക.
പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 പറയുന്നത് പോലെ ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവേ, വാഗ്ദാനം എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു വാഗ്ദാനം അയച്ചിട്ടുണ്ട്. ആ വാഗ്ദാനം ഞാൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു എന്നിൽ ജനിച്ചിരിക്കും. ആ വാഗ്ദാനം വരുന്നത് വരെ, വാഗ്ദാനം സ്വന്തമാക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഇത് പ്രാർത്ഥനയുടെ കാലമാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന കാലം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ പരിശുദ്ധൻ എന്നിൽ ജനിക്കുന്ന കാലമാണ്. എന്നിൽ പരിശുദ്ധൻ ജനിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെയുള്ള വാക്കുകളെല്ലാം മാറ്റുന്ന കാലം. എൻ്റെ ജീവിതമാകുന്ന കാലിത്തൊഴുത്ത് സന്ദർശിക്കുന്ന ജ്ഞാനികളുടെ കാലമാകുന്ന. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കേണ്ട കാലമാണ് ക്രിസ്മസ് കാലം. ക്രിസ്തു ജനിക്കണം. പരിശുദ്ധാത്മാവിന്റെ കാലം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ട കാലം. നമുക്കൊരു നിമിഷം ആത്മാർത്ഥതയോടെ നിന്നെപ്പറ്റി ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, നിന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പരത്തിയാലും, നിന്നെ ആരൊക്കെ ഏതൊക്കെ തലത്തിൽ നിന്നെ ഒതുക്കി കൂട്ടി ഒരു മൂലയിലാക്കിയാലും, ക്രിസ്തു നിന്നിൽ ജനിച്ചാൽ നീ ഉയർത്തെഴുന്നേൽക്കും. അവരെല്ലാം നിന്നെ മാറ്റിപ്പറയും. അവരെല്ലാം നിന്നെ ഉയർത്തിപ്പറയും. പ്രിയമുള്ളവരെ, ഇത് ഒരു ചലഞ്ചാണ്. ക്രിസ്തുവിനിൽ ജനിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നന്മ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്തെന്നറിയാമോ? കുറച്ച് പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, കുറച്ച് നല്ല കാര്യങ്ങൾ പറയുക. ഇതല്ല ഇന്ന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ, ക്രിസ്തുവിനെ എന്നെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നന്മയാകുന്ന സ്വർഗത്തിന്റെ നന്മ എന്നിൽ ജനിക്കണം. ഞാനൊരു കാലിത്തൊഴുത്താണ്. ഇവിടെ ദുർഗന്ധമുണ്ട്, ആർക്കും വേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇല്ലാത്തൊരു ജീവിതമാണ് എൻ്റെത്. പരിശുദ്ധാത്മാവേ, അങ്ങ് വരണം. സ്വർഗത്തിന്റെ നന്മ എന്നിൽ ജനിക്കണം എന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലം. നമുക്കെല്ലാവർക്കും തീഷ്ണതയോടെ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്നുണ്ടോ? നിന്റെ ഭാരങ്ങളും നിന്റെ വേദനകളും എല്ലാം അറിയുന്ന സ്വർഗമുണ്ട്. നീ തയ്യാറാണെങ്കിൽ നിന്റെ കാലിത്തൊഴുത്തിൽ ദൈവം തൻ്റെ വാഗ്ദാനത്തിലൂടെ ക്രിസ്തുവിനെ ജനിപ്പിക്കും. വിശ്വസിക്കണം. ഫിലിപ്പോസ് പറഞ്ഞില്ലേ, ഞാൻ കണ്ടു നസ്രത്തിൽ ജനിച്ച ക്രിസ്തുവിനെ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തു ജനിച്ച മറ്റുള്ളവർ കാണണം. എന്നിൽ ക്രിസ്തു ജനിച്ചത് ഫിലിപ്പോസ് കണ്ടതുപോലെ മറ്റുള്ളവർ കാണണം. നസ്രത്താകുന്ന എന്നിൽ നസ്രത്തിലെ കാലിത്തൊഴുത്തിൽ ക്രിസ്തു ജനിച്ചത് ജ്ഞാനികൾ കണ്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിച്ചത് മറ്റുള്ളവർ കാണണം. നമുക്ക് ആത്മാർത്ഥതയോടെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് ഒന്ന് ആരാധിക്കാം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിച്ചാൽ മറ്റുള്ളവർ എന്നിലുള്ള ക്രിസ്തുവിനെ കാണും. നമുക്ക് ഒന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. ആത്മാർത്ഥതയോടെ എല്ലാവരും അത് അൺമ്യൂട്ട് ചെയ്ത് യേശുവിന് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചൊന്ന് ആരാധിച്ച്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. ആ വാഗ്ദാനം ഉന്നതത്തിൽ നിന്ന് ശക്തിയാണ്. ആത്മാർത്ഥ ഒന്ന് ആരാധിച്ച് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്നെ കാണുന്ന പരിശുദ്ധാത്മാവെ, ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ നോക്കുന്നില്ല. പക്ഷെ എന്റെ വേദനകൾ, എന്റെ ദുഃഖങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്ന ദൈവമേ, ആരാധന. പരിശുദ്ധാത്മാവെ സ്തോത്രം ചെയ്യുന്നു. ഈശ്വരനെ ആരാധിക്കുന്നു. ആരാധന. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. ദൈവമേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ,
പരിശുദ്ധാത്മാവായ ദൈവമേ, ഉന്നതത്തിൽ നിന്ന് കടന്നു വരുന്ന ശക്തിയാകുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഉന്നതത്തിന്റെ ശക്തിയെ വചനത്തിന്റെ ആരാധിക്കും. നന്ദി പറയുന്നു. ഹാലലിയ 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 ഹാലലിയ. ആരാധിക്കും ദൈവമേ, ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവെ ഇളങ്ങി ആരാധിക്കും ദൈവമേ, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി. ആരാധിക്കും ദൈവമേ, ആരാധിക്കുന്ന പരിശുദ്ധാത്മാവെ നന്ദി പറയുന്ന ദൈവമേ, ആരാധിക്കും ദൈവമേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി. ഈശ്വരങ്ങ് ആരാധിക്കും ദൈവമേ, ആരാധിക്കും ആരാധിക്കും ദൈവമേ, ആരാധിക്കും പരിശുദ്ധാത്മാവെ നന്ദി. ശ്രീയുള്ളവരെ, നാളെ 12:45 യൂത്തിന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ സർവീസ് ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പറ്റുന്ന എല്ലാ യൂത്തിനെയും ആ സർവീസിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരും പറ്റുന്നവരെല്ലാവരും അന്ന് അറിയിക്കണം. അതോടൊപ്പം തന്നെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനായിട്ട് നമ്മുടെ മക്കളിൽ യേശു ജനിക്കണം. നമ്മുടെ മക്കളിൽ യേശു ജനിക്കണം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നാളെ വചനം കേൾക്കുന്ന യുവജനങ്ങളിലേക്ക് കടന്നു വരണം. പരിശുദ്ധാത്മാവിലൂടെ സ്വർഗം എൻ്റെ മകനിലേക്ക്, എൻ്റെ മകളിലേക്ക് ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. ദൈവം ഒരു വാഗ്ദാനം ഇട്ടിട്ടുണ്ട്. വാഗ്ദാനം ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ്. ആ ശക്തി വരുമ്പോൾ പരിശുദ്ധൻ ദൈവപുത്രൻ എൻ്റെ മകനിൽ ജനിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ നിറയെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കളെല്ലാം പരിശുദ്ധാത്മ നിറയപ്പെടട്ടെ. നമുക്കൊന്ന് ആത്മാർത്ഥയോടെ ഒന്ന് ആരാധിച്ച് സ്തുതിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാം ഒന്ന് ഓർക്കണം. നാളെ 12:45 മുതൽ 12:30 to 12:30 മുതൽ 1:30 വരെയാണ്. അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും ഇതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി പറ്റുന്നവരെയൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കാൻ നോക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് ആദ്യം നൽകിയ സന്ദേശത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് യേശുവിന്റെ രക്തം തളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശു ഇളങ്ങി ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്ന ദൈവമേ, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. ആരാധന. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ നാളെ കുട്ടികളെ സമർപ്പിക്കുന്നു. മക്കളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലെ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരും കടന്നു വരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളും കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങ് പേരിൽ വിളിക്കുന്ന ദൈവം, അങ്ങ് പേരിൽ വിളിക്കണം. ഞങ്ങളുടെ ഓരോ മക്കളെ അങ്ങ് പേരിൽ വിളിക്കുന്ന കൂട്ടായ്മ പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ അങ്ങ് കടന്നു വരേണ്ട മക്കളിലേക്ക് കടന്നു വരേണ്ട പരിശുദ്ധാത്മാവെ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി സ്വപ്നം കാണണമേപ്പ. അങ്ങയുടെ സ്വപ്ന മക്കൾ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, നാളെ യൂത്തിന്റെ യൂത്തിന് വേണ്ടിയുള്ള സർവീസാണ്. 13+ ആണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെയും അതിന് താഴെ പ്രായമുള്ളവരെയും പങ്കെടുപ്പിക്കണം. പരിശുദ്ധാത്മാവിന് പ്രായ വ്യത്യാസമില്ല. പരിശുദ്ധാത്മാവ് ആരിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. എപ്പോൾ എങ്ങനെ വേണമെങ്കിലും തൊടാം പരിശുദ്ധാത്മാവിന്. നമ്മൾ പക്ഷേ യൂത്തിന് നമ്മളെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും വരാം. ശുശ്രൂഷ പങ്കെടുക്കുക. നമ്മുടെ ഈ മക്കളെയെല്ലാം, കുഞ്ഞുമക്കളായിരുന്നാലും അവർ കേൾക്കട്ടെ, വചനമൊക്കെ കേൾക്കട്ടെ. വചനം കേട്ട് അവർ വളരട്ടെ, ശക്തി പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രിയമുള്ളവരെ, നാളെ ശുശ്രൂഷയ്ക്കുണ്ട്. പ്രത്യേകം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ, നമ്മളിവിടെ മലയാളിയിലൊക്കെ കടന്നു വരുമ്പോൾ
നമ്മളൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മക്കൾ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനിലെത്തണം, അങ്ങനെ. പക്ഷേ ക്രിസ്തുവിന്റെ സ്വപ്നം എല്ലാവരും, മക്കളെല്ലാവരും നല്ല സുവിശേഷകരാകണം, ശുശ്രൂഷകരാകണം, എല്ലാവരും നല്ല പ്രവാചകരാകണം, സൗഖ്യം കൊടുക്കുന്നവരാകണം. നമ്മുടെ മക്കൾ അതൊക്കെ ആകണ്ടേ? നമ്മളെല്ലാം ഒന്ന് ആഗ്രഹിച്ച്, ക്രിസ്തു അതാണ് ആഗ്രഹിക്കുക. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ക്രിസ്തു പ്രവാചകനാണ്, എന്താണ്, സൗഖ്യദായകനാണ്, പാപമോചകൻ. ക്രിസ്തു അവരിലൂടെ എല്ലാം പ്രവർത്തിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് നാളത്തെ ശുശ്രൂഷകൾ പ്രത്യേകം ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് കടന്നു വന്നവരെല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കാലത്തിൽ, പരിശുദ്ധാത്മാവിന്റെ കാലത്ത് നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിച്ച് ക്രിസ്തു ആകുന്ന നന്മ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.